ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ക്വാറി പൂട്ടി എന്ന പ്രചരണം വ്യാജമെന്ന് ക്വാറി മാനേജ്മെന്റ്. ക്വാറി പൂട്ടി എന്ന പ്രചരണം വ്യാജമെന്ന് മാനേജ്മെന്റ്. ചേലക്കര വെങ്ങനല്ലൂർ ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. സമരസമിതിയുടെ ഇടപെടലുകൾ ഫലം കണ്ടുവെന്നും ഇതിനെ തുടർന്നാണ് ക്വാറി പൂട്ടിയതെന്നുമാണ് പ്രചരണം. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ചേലക്കര പഞ്ചായത്തിൽ വെങ്ങാനല്ലൂരിൽ പ്രവർത്തിക്കുന്ന KI ജോസഫ് എന്ന വ്യക്തിയുടെ പേരിലുള്ള ക്വാറിക്കെതിരെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിൽ ഒരു വ്യാജ പ്രചരണം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്വാറി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം തരുവാനാണ് നിലവിൽ വന്നിരിക്കുന്നത്. വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി എന്ന പേരിലുള്ള ഈ ഫേസ്ബുക്ക് പേജിൽ അവകാശപ്പെടുന്നത് പോലെ പ്രസ്തുത പേജിൻ്റെ അല്ലെങ്കിൽ പ്രസ്തുത സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തികൾ നടത്തിയ സമരങ്ങളുടെയോ അല്ലെങ്കിൽ അവർ നടത്തിയ ഇടപെടലുകളുടെയോ ഭാഗമായിട്ടല്ല ഈ ക്വാറി നിലവിൽ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൈസൻസിയായ KI ജോസഫ് എന്ന വ്യക്തി 15/6/2026 2:30 മരണപ്പെടുകയുണ്ടായി. ഇതിൻ്റെ ഈ അവസ്ഥ വന്നതിനാൽ നിലവിൽ ലൈസൻസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ക്വാറിയും പ്രവർത്തനം നിർത്തിവെക്കണമെന്ന സർക്കാർ ഉത്തരവുകളെ മാനിച്ചുകൊണ്ട് ആ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ക്വാറി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. ക്വാറിയുടെ ലൈസൻസി മരണപ്പെട്ടതിനെ തുടർന്നാണ് നിയമപരമായ കാരണങ്ങളാൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. തുടർന്ന് ലൈസൻസ് പരേതന്റെ നിയമപരമായ പിന്തുടർച്ച അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൈമാറ്റ പ്രക്രിയ പൂർത്തിയാക്കി പുതിയ ലൈസൻസ് ലഭ്യമാകുന്ന മുറയ്ക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. നിലവിൽ ഇപ്പോൾ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുന്ന ഈ ക്വാറി ഈ ബന്ധപ്പെട്ട ലൈസൻസിയുടെ പാരമ്പര്യ അവകാശികളുടെ പേരിൽ ലൈസൻസുകൾ കൈമാറ്റം ചെയ്തതിന് ശേഷം ഈ ക്വാറി സാധാരണ നിലയിൽ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. ഈ പറയുന്ന ഏതെങ്കിലും സംഘടനകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ സമ്മർദ്ദം മൂലമോ അവരുടെ പ്രതിഷേധങ്ങൾ മൂലമോ ഒന്നുമല്ല ഈ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഗവൺമെൻറ് നിയമങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഈ ചെയ്യേണ്ട ഒരു നിയമപരമായ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രീതിയിൽ നടത്തുന്ന തങ്ങളുടെ സമരം മൂലമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തി തുടങ്ങിയ രീതിയിൽ നടത്തുന്ന ചില വ്യക്തികളും ചില പേരിൽ സംഘടന എന്ന പേരിൽ ഫേസ്ബുക്ക് പേജിൽ നവമാധ്യമങ്ങൾ നടത്തുന്ന മറ്റു അവകാശവാദങ്ങളും തികച്ചും വസ്തുതാവിരുദ്ധവും വ്യാജ പ്രചരണവുമാണെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. വസ്തുതകൾ ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചനയിലാണെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജപ്രചരണം നടത്തുന്ന അതിന് നേതൃത്വം നൽകുകയോ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ നിയമവിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷം നിയമ നടപടികൾ കൈക്കൊള്ളുന്നതാണെന്നും ഈ അവസരത്തിൽ പറയുകയാണ്. CCV ന്യൂസ്, ചേലക്കര.